ഹൈ ഫ്രണ്ട്സ്, ഐ ആം ഷമീം കൽപ്പേനി. ഞാനും എൻ്റെ ചങ്ങാതിമാരും കൽപ്പേനി ദ്വീപിൽ സ്ക്യൂബ ഡൈവിങ്ങിന് പോകുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്ക്യൂബ ഡൈവിങ് നമ്മുടെ പാക്കേജിൽ പെട്ടതല്ല. ഒരാൾക്ക് 3500 ചാർജ് വരുന്നത്. താല്പര്യമുള്ളവർ ചെയ്താൽ മതി. ഒരാളെയും നമ്മൾ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കില്ല. നമ്മുടെ അടുത്ത കപ്പൽ യാത്ര കൊച്ചിയിൽ നിന്ന് ലക്ഷദ്വീപിലേക്ക് കപ്പൽ, ലക്ഷദ്വീപിൽ നിന്നും കൊച്ചിയിലേക്ക് കപ്പൽ. ഇനി ബുക്കിംഗ് എടുത്തുകൊണ്ടിരിക്കുന്നത് ഏപ്രിൽ മെയ് മാസത്തിലേക്കാണ്. കുറഞ്ഞ സീറ്റുകൾ മാത്രമേ ഉള്ളൂ. താല്പര്യമുള്ളവർ ബുക്ക് ചെയ്യാം. കപ്പൽ യാത്ര ആഗ്രഹിക്കുന്ന ആളുകളോട് പ്രധാനമായിട്ട് പറയാനുള്ളത്, നിങ്ങളൊരു 10 ദിവസം ഈ യാത്രയ്ക്ക് വേണ്ടി മാറ്റിവെക്കണം. 10 ദിവസം. നമ്മുടെ പാക്കേജ് വരുന്നത്, നിങ്ങൾ എന്നാണോ ലക്ഷദ്വീപിൻ്റെ മണ്ണിലെത്തുന്നത് അന്ന് ഉച്ചഭക്ഷണത്തോടു കൂടി ആരംഭിച്ച് 4ാമത്തെ ദിവസം ബ്രേക്ക്ഫാസ്റ്റോടുകൂടി നിങ്ങളുടെ പാക്കേജ് തീരും. 3 രാത്രി 4 പകലാണ് നമ്മുടെ പാക്കേജ് വരുന്നത്. 4ാമത്തെ ദിവസം ബ്രേക്ക്ഫാസ്റ്റോടുകൂടി നിങ്ങളുടെ പാക്കേജ് തീരും. അത് കഴിഞ്ഞിട്ട് ചിലപ്പം 1-2 ദിവസം എക്സ്ട്രാ നിൽക്കേണ്ടി വരും. ആ എക്സ്ട്രാ നിൽക്കുന്ന ദിവസം നിങ്ങളുടെ സ്വന്തം ചെലവിലാണ് അവിടെ നിൽക്കേണ്ടി വരിക. അതിന് പറ്റുന്ന ആളുകൾ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും കപ്പൽ യാത്ര തിരഞ്ഞെടുത്താൽ മതി. ഒരു പ്രത്യേക ഡേറ്റ് തരാനും പറ്റില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഡേറ്റിൽ ഷിപ്പ് ഉണ്ടാവണമെന്നില്ല. ഏത് ഡേറ്റിലാണോ ഷിപ്പ് ഉള്ളത് ആ ഡേറ്റിൽ പോയി എൻജോയ് ചെയ്ത് വരേണ്ടി വരും. ഇനി ഒരു പ്രത്യേക ഡേറ്റിൽ പോയി വരണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലൈറ്റ് എടുത്തോളി. ലക്ഷദ്വീപിൽ വരാൻ താല്പര്യമുള്ള ആളുകൾ ആദ്യം ചെയ്യേണ്ടത്, എൻ്റെ ഈ പേജ് എത്രയും പെട്ടെന്ന് ഫോളോ ചെയ്തോളൂ. മുകളിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മാത്രം ബന്ധപ്പെടുക. ഫോം വിളിക്കരുത്. ഇവിടെ റേഞ്ച് കുറവാണ്, കിട്ടത്തില്ല. ഞാൻ ഫ്രീ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് വിശദമായിട്ട് തന്നെ മറുപടി തരും. ലക്ഷദ്വീപിലേക്ക് വരാൻ താല്പര്യമുള്ള ആളുകൾ ആദ്യം 3500 അഡ്വാൻസ് അടച്ചാണ് ബുക്ക് ചെയ്യേണ്ടത്. അഡ്വാൻസ് അടച്ചു കഴിഞ്ഞാൽ, ഒന്നാം കാര്യം അഡ്വാൻസ് അടക്കുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്തുള്ള അക്ഷയയിൽ പോയിട്ട് PCC പോലീസ് ക്ലിയർ സർട്ടിഫിക്കറ്റിന് അപേക്ഷ കൊടുക്കുക. ഇന്ന് തന്നെ പോയി അപേക്ഷ കൊടുത്തോളൂ. ഇൻഷാ അല്ലാഹ് ഒരു 15 ദിവസം കൊണ്ട് നിങ്ങൾക്ക് PCC കിട്ടും. നിങ്ങളുടെ PCCക്ക് 6 മാസം കാലാവധിയുണ്ട്. ഈ PCC ഉപയോഗിച്ച് 6 മാസത്തിൻ്റെ ഇടയിൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ലക്ഷദ്വീപിലേക്ക് വരാം. 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് PCC വേണ്ട. PCC കിട്ടിക്കഴിഞ്ഞാൽ PCC പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ആധാർ ഞങ്ങൾക്ക് നല്ല വൃത്തിയോടെയും ക്ലിയറോടെയും അയച്ചു തരിക. ഞങ്ങൾ ലക്ഷദ്വീപിലേക്കുള്ള പെർമിറ്റിന് അപേക്ഷ കൊടുക്കും. വീണ്ടും ഒരു 15 ദിവസം കാത്തു നിൽക്കണം. പെർമിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ കപ്പലിൻ്റെ പ്രോഗ്രാം നോക്കി കപ്പലിൻ്റെ ടിക്കറ്റ് കിട്ടുന്നതനുസരിച്ച് ഇതുപോലെ നിങ്ങൾക്കും ലക്ഷദ്വീപിലേക്ക് വന്ന് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാം. ഒരു കപ്പലിന് നമ്മൾ ടിക്കറ്റിന് ട്രൈ ചെയ്യും, ചിലപ്പോൾ അത് കിട്ടത്തില്ല. 2ാമത്തെ കപ്പലിനും ട്രൈ ചെയ്യും, ചിലപ്പോൾ അതും കിട്ടത്തില്ല. ഒരു 2-3 കപ്പലിനൊക്കെ ട്രൈ ചെയ്യുമ്പോഴേ നമുക്ക് കപ്പലിന് ടിക്കറ്റ് കിട്ടാറുള്ളൂ. അതുകൊണ്ടാണ് കപ്പൽ യാത്ര ആഗ്രഹിക്കുന്നവരോട് നമ്മൾ പറയുന്നത്, നല്ല ക്ഷമയോടെ കപ്പലിൻ്റെ ടിക്കറ്റ് കിട്ടുന്നതുവരെ കാത്തിരിക്കാൻ പറ്റുന്ന ആളുകൾ മാത്രം കപ്പൽ യാത്ര തിരഞ്ഞെടുക്കുക. അല്ലാത്തവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലൈറ്റിൽ പോയിട്ട് വരാം. നമ്മുടെ പാക്കേജിൽ 10 കാര്യങ്ങളാണുള്ളത്. 4 കാര്യങ്ങൾ എക്സ്ട്രയാണ്. ഒന്ന്, ലക്ഷദ്വീപിലേക്കുള്ള പെർമിറ്റ്, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കപ്പലിൻ്റെ ടിക്കറ്റ്, 3 ദിവസം താമസിക്കാനുള്ള റൂം, 3 ദിവസം കഴിക്കാനുള്ള ഭക്ഷണം, പിന്നെ ദ്വീപിലെ കാഴ്ചകൾ കാണിച്ചു തരുന്ന ടാക്സി, പിന്നെ ആൾതാമസമില്ലാത്ത പെട്ടി ദ്വീപിലേക്കുള്ള ട്രിപ്പ്. ഇങ്ങനെ